ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ്. നമുക്കറിയാം, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെക്കാനുണ്ടായ ഒരു സാഹചര്യവും NDAയിൽ അത് സംബന്ധിച്ച് രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമൊക്കെ. എന്തായാലും പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ചേരും. രാത്രി 8 മണിക്കാണ് യോഗം ചേരുക. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. അബ്ദുൾ റഷീദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അബ്ദുൾ റഷീദ്, നമുക്കറിയാം, ഒരു പുതിയ ഇത്തരത്തിലൊരു ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നു തുടങ്ങിയിട്ട് വളരെ വലിയ നാളുകളായി. വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഓരോ മുന്നണിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും അവസാനവട്ട ചർച്ചയായിരിക്കണം ഇന്ന് ചേരുവാൻ പോകുന്നത്. രാത്രി 8 മണിക്കാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരെ, തീർച്ചയായും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുദർശൻ റെഡ്ഡി നേരത്തെ തന്നെ ഈ വോട്ട് ചോദിക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ സഖ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗമാണ് ചേരുന്നത്. വെർച്വൽ ആയിക്കൊണ്ട് രാത്രി 8 മണിക്കാണ് യോഗം. നിരവധി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനമായും സുദർശൻ റെഡ്ഡിയെ വിജയിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കളുടെ വോട്ടുകൾ ഉറപ്പുവരുത്തുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക. സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഈ യോഗം. ഈ യോഗത്തിന് മുന്നോടിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ചേരുന്നത്. എന്തായാലും നിലവിൽ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. പ്രത്യേകിച്ചും ഒരു നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്ക് കൃത്യമായി ജനാധിപത്യവും അതോടൊപ്പം ഭരണഘടനയും സംരക്ഷിക്കുന്ന നിലപാടുകൾ രാജ്യസഭയിലും അതോടൊപ്പം ഉപരാഷ്ട്രപതി എന്ന നിലയ്ക്ക് രാജ്യത്തോടും ചെയ്യാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. നേരത്തെ തന്നെ വിവിധ നേതാക്കൾ സുദർശൻ റെഡ്ഡിയെ പിന്തുണക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയും 8 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. വ്യക്തമാണ് അബ്ദുൾ റഷീദ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ അവസാനവട്ട യോഗമാണ് ഇന്ന് രാത്രി ചേരുക. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. ആരൊക്കെയായിരിക്കും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, എങ്ങനെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും യോഗത്തിന്റെ അജണ്ടയിൽ വരിക. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.